നമസ്കാരം. വചന സമീക്ഷയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്നത്തെ വിചിന്തനത്തിനായുള്ള തിരുവചന ഭാഗം യോഹന്നാൻ എഴുതിയ സുവിശേഷം 14 അധ്യായം 10 വാക്യം. ഞാൻ എൻ്റെ പിതാവിൻ്റെ കൽപ്പനകൾ അനുസരിച്ച് അവൻ്റെ സ്നേഹത്തിൽ ജീവിക്കുന്നത് പോലെ നിങ്ങൾ എൻ്റെ കൽപ്പനകൾ അനുസരിച്ചാൽ എൻ്റെ സ്നേഹത്തിൽ വസിക്കും. പ്രിയമുള്ളവരെ, പിതാവായ ദൈവത്തോട് എപ്രകാരമാണോ ക്രൂശിതനായ ക്രിസ്തു വിധേയത്വമുള്ളവനായിരുന്നത്, അപ്രകാരം നാമും അവന് വിധേയത്വമുള്ളവരായിരിക്കണം എന്നുള്ള ആശയമാണ് ഈശോ ഇതിലൂടെ, ഈ വചനത്തിലൂടെ നമ്മോട് പങ്കുവയ്ക്കുന്നത്. അങ്ങനെയെങ്കിൽ അവൻ നമ്മെ പഠിപ്പിച്ചതുപോലെ അവൻ്റെ കൽപ്പനകൾ പാലിച്ച് സ്നേഹിക്കാൻ പഠിച്ച് മറ്റുള്ളവരെ കരുതാൻ പഠിച്ച് അങ്ങനെയൊക്കെ ജീവിക്കുമ്പോൾ പലപ്പോഴും നാം അറിയാതെ തന്നെ അവൻ്റെ കൽപ്പനകൾ പാലിക്കുന്ന ഉത്തമ ശിഷ്യരായി തീരുന്നതാണ്. ഇവിടെ യേശുക്രിസ്തുവിൻ്റെ അനുയായികളോ യേശുക്രിസ്തുവിൻ്റെ പിൻഗാമികളോ ആകുവാൻ മാത്രമല്ല, പിന്നെയോ നമ്മിൽ ഓരോരുത്തരിലും ഉറങ്ങിക്കിടക്കുന്ന ഈശോ നമ്മെ പഠിപ്പിച്ച മൂല്യങ്ങളെ നമ്മിൽ നിന്നും ഉരുത്തിരിഞ്ഞെടുത്ത് സമൂഹത്തിലേക്ക് കൂടി പങ്കുവച്ച് എന്താണ് യഥാർത്ഥമായ കൽപ്പനയെന്ന് കാണിച്ചു കൊടുക്കുവാൻ വേണ്ടി കൂടിയാണ് ഈശോ നമ്മോട് പറയുന്നത്. അങ്ങനെയെങ്കിൽ ഇനിയുള്ള നാളുകളിൽ ഈശോയുടെ ഉത്തമ ശിഷ്യരായി അവൻ്റെ കൽപ്പനകൾ പാലിച്ച് അവൻ്റെ സ്നേഹത്തിൽ ജീവിക്കുവാൻ നമുക്ക് പരിശ്രമിക്കാം. എല്ലാ പ്രിയ പ്രേക്ഷകർക്കും വചന സമീക്ഷയുടെ ഈ അധ്യായത്തിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മളിൽ പലർക്കും പല സമയങ്ങളിൽ ജീവിതത്തിൽ ദേഷ്യം എന്നൊരു വികാരം കടന്നു വന്നിട്ടുള്ള സാഹചര്യങ്ങൾ നേരിട്ടിട്ടുണ്ടാകാം. എന്നാൽ പല സമയങ്ങളിലും പല സാഹചര്യങ്ങളിലും അത് ആ സാഹചര്യത്തിനും സന്ദർഭത്തിനും ചേരാത്ത രീതിയിൽ സാഹചര്യങ്ങളെ വഷളാക്കുവാനും കാരണമായി തീരാം. അത്തരത്തിലൊരു കഥയിലേക്ക് നമുക്ക് പോയാലോ? ഒരു ഗ്രാമത്തിൽ ഒരച്ഛനും അമ്മയും മകനുമായി ജീവിക്കുന്ന ഒരു ചെറിയ അണുകുടുംബമുണ്ടായിരുന്നു. അച്ഛനാകട്ടെ മകനെ സ്നേഹത്തോടെ പൊന്നുപോലെ നോക്കി നടത്തിയ ഒരു പിതാവും. എന്നാൽ ആ മകനാകട്ടെ അമിതമായ ദേഷ്യം. അവൻ്റെ ചെറുപ്പം മുതൽ തന്നെ ഈ ദേഷ്യത്തിന് സ്കൂളിലും അതുപോലെ തന്നെ അവൻ ഇടപഴകുന്ന മറ്റ് സ്ഥലങ്ങളിലുമൊക്കെ ഒരുപാട് പരാതികൾ അച്ഛനെ തേടിയെത്തി. ഇതിൽ മനം നൊന്ത അച്ഛനാകട്ടെ ഇവനെ എങ്ങനെയും നന്നാക്കണമെന്ന് അതിയായി ആഗ്രഹിച്ചു. സ്കൂളിൽ അധ്യാപകരോട് കയർക്കുവാനും കൂട്ടുകാരോട് ശണ്ട കൂടുവാനും മുതിർന്നവരെ ബഹുമാനിക്കാതെ എന്നാൽ അവരോട് ധിക്കാരം പറയുവാനും എല്ലാം ശ്രദ്ധ ചെലുത്തിയിരുന്ന ആ ബാലൻ വളർന്നു വരുമ്പോൾ ഇതിനേക്കാളും ക്രൂരനായ ഒരവസ്ഥയിലേക്ക് അല്ലെങ്കിൽ വഷളായ ഒരവസ്ഥയിലേക്ക് പോകുമെന്ന് ദീർഘവീക്ഷണം നടത്തിയ ആ അപ്പൻ അവനെ ഒരു പാഠം പഠിപ്പിക്കുവാൻ തീരുമാനിക്കുകയാണ്, അല്ലെങ്കിൽ അവനെ നേർവഴിയിലേക്ക് കൊണ്ടുവരുവാൻ തീരുമാനിക്കുകയാണ്. നമ്മളിൽ പലർക്കും നമ്മുടെ എല്ലാം മുഖഭാവമായി അല്ലെങ്കിൽ മുഖമുദ്രയായി കണക്കാക്കപ്പെടുന്ന ദേഷ്യമെന്ന വികാരത്തെ ആ ബാലനിൽ നിന്നും സ്നേഹനിധിയായ പിതാവ് എപ്രകാരമാണ് മാറ്റിയത് എന്നുള്ളത് നമുക്ക് നോക്കാം. ആ വഴിയെ നമുക്കും ഒരു പരിശ്രമത്തിലൂടെ അങ്ങനെ തന്നെ നമ്മുടെ ഉള്ളിലെ ദേഷ്യത്തെ മാറ്റുവാനും സാധിക്കും. എന്നിരുന്നാലും എന്തായിരിക്കും പിതാവ് ആ മകനെ പഠിപ്പിച്ച പാഠം എന്നുള്ള തിരിച്ചറിവിലേക്ക് വരുന്നതിന് മുൻപായി വചന സമീക്ഷയുടെ ഒന്നാമത്തെ കോളറിലേക്ക് നമുക്ക് പോകാം. നമസ്കാരം, വചന സമീക്ഷയിലേക്ക് സ്വാഗതം. ഇതാരാണ്? എന്റെ പേര് ഉദയ എന്നാണ്. ഉദയന്റെ എവിടെ നിന്ന് വിളിക്കുന്നു? ഞാൻ കൊല്ലത്ത് നിന്ന് വിളിക്കുന്നു. ഓക്കെ, കൊല്ലത്ത് നിന്നാണ്. സുഖമായിട്ടിരിക്കുന്നോ? കൊല്ലത്ത് എന്തുണ്ട് വിശേഷം? നല്ല മഴ. ഓക്കെ, അപ്പൊ മഴക്കാലം തുടങ്ങിയല്ലേ? ചെറുതായിട്ട്. ഓക്കെ ഓക്കെ ഓക്കെ. ആന്റി, വീട്ടിലാരൊക്കെ ഉണ്ട്? വീട്ടിൽ എനിക്കൊരു ഭർത്താവും 2 മക്കളും. ഒരു ഭർത്താവും 2 മക്കളും. അത് നല്ല വിശേഷമാണ്. ഓക്കെ. ആന്റി ബൈബിളൊക്കെ വായിക്കാറുണ്ടല്ലോ എല്ലാ ദിവസവും? ഓ, ബൈബിള് വായിക്കാൻ നമുക്ക് എഴുന്നേക്കാൻ പറ്റില്ലല്ലോ. നമ്മൾ എഴുന്നേക്കണമെങ്കിൽ ബൈബിള് വായിച്ചിട്ടേ എഴുന്നേക്കാൻ പറ്റുള്ളൂ. എന്നെ ശക്തനാക്കുന്നതിലൂടെ എനിക്കെല്ലാം ചെയ്യാൻ സാധിക്കും അല്ലേ? നമ്മളെ ശക്തനാക്കുന്നതിലൂടെ എല്ലാം ചെയ്യാൻ സാധിക്കും അല്ലേ? തീർച്ചയായിട്ടും. ബൈബിള് വായിക്കുന്നത് കൊണ്ടാണ് നമ്മൾ ഭൂമി ജീവനോടുള്ളത്. ഓക്കെ ഓക്കെ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ആന്റി നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് പോയല്ലോ. ബൈബിളിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് അല്ലേ, അപ്പൊ ആന്റിക്ക് പറയാൻ പറ്റുമല്ലോ? തീർച്ചയായിട്ടും ചോദിക്കാം, അറിയാമെങ്കിൽ പറയാം. ഓക്കെ, അപ്പൊ ആന്റിക്ക് വേണ്ടിയിട്ടുള്ള ഒന്നാമത്തെ ചോദ്യം ഇതാണ്. അന്ത്യകാലത്ത് ജനതകളുടെ ഇടയിൽ അവൻ എങ്ങനെ പ്രവർത്തിക്കും? അന്ത്യകാലത്ത് അവൻ ജനതകളുടെ ഇടയിൽ എങ്ങനെ പ്രവർത്തിക്കും? അതെ. ജാതികളുടെ ഇടയിൽ ന്യായം വിധിക്കുകയും ബഹുവംശങ്ങൾക്ക് വിധി കൽപ്പിക്കുകയും ചെയ്യുന്നതാണ്. ഉറപ്പാണല്ലോ അല്ലേ?
അതെ അതെ. ഓക്കെ ചെയ്യാൻ തോന്നുന്നു. ഓക്കെ എന്നാ ശരി ഉത്തരമാണ്. കൺഗ്രാറ്റുലേഷൻസ്. ഓക്കെ, താങ്ക് യു താങ്ക് യു. ഉത്തരം ഇതാണ്. ജനതകളുടെ ഇടയിൽ ന്യായം വിധിക്കുകയും അനേകം ജനങ്ങൾക്ക് തീർപ്പ് കൽപ്പിക്കുകയും ചെയ്യും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. ആയിക്കോട്ടെ. ഓക്കെ, അപ്പോ ആന്റി രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ഓ ആയിക്കോട്ടെ. ഓക്കെ, അപ്പൊ ചോദ്യം ഇതാണ്. അവർ തങ്ങളുടെ വാളുകളെയും കുന്തങ്ങളെയും അടിച്ച് എന്തുണ്ടാക്കും? വാളുകളെ കൊഴുക്കളാക്കും. കൊഴുക്കൾ. കൊഴുക്ക്. കുന്തങ്ങളെ വാക്കത്തികളാക്കും. ശരി ഉത്തരം. കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു താങ്ക് യു. സന്തോഷമായില്ലേ? ആ താങ്ക് യുവിൽ തന്നെ കാണാനുണ്ട് സന്തോഷം. പിന്നെ സന്തോഷമായിരുന്നു വായിക്കുന്നത്, കേൾക്കുന്നത്, പറയുന്നത് എല്ലാം. ഓക്കെ, അപ്പോ ഇതിന്റെ ശരി ഉത്തരം ഇതാണ്. വാളുകളെ കൊഴുക്കളായും കുന്തങ്ങളെ അരിവാളുകളായും. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ ആന്റി, നമ്മുടെ വചന സമീക്ഷയുടെ പ്രേക്ഷകർക്ക് വേണ്ടി ആന്റി എന്താ പാട്ട് പാടുവാണോ, വചനം പറയുവാണോ, ഒരു അനുഭവം പങ്കുവയ്ക്കുവാണോ, എന്താ ചെയ്യുന്നേ? വാക്യം പറയാൻ. ഓക്കെ, വാക്യം പറയൂ. സങ്കീർത്തനം 52:8. ഞാനോ ദൈവത്തിന്റെ ആലയത്തിന്റെ കഴിച്ചിരിക്കുന്ന ഒരു വിഷം പോലെയാകുന്നു. ഞാൻ ദൈവത്തിന്റെ ദയയിൽ എന്നും വീണ്ടും പ്രത്യാശിക്കുന്നു. ഇത്രയും സ്പീഡില് വചനം അടിപൊളിയായിട്ട് പറഞ്ഞു. താങ്ക് യു താങ്ക് യു. നല്ല വൈബാളാണല്ലേ? നമുക്കറിയാം, കാണാപ്പാടം അറിയാം. ഓക്കെ ഓക്കെ ഓക്കെ, നടക്കട്ടെ. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് മൂന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോയാലോ? പോവാം. യെസ് യെസ്. ആന്റിക്ക് വേണ്ടിയിട്ടുള്ള മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ചോദ്യം ഇതാണ്. ഫെലിസ്ത്യരെ പോലെ യഹൂദ ജനം ആരായി തീർന്നു? ഫെലിസ്ത്യരെ പോലെ പ്രശ്നക്കാരായും അന്യജാതിക്കാരോട് കൈയടിച്ചവരായി ഇരിക്കും. അത്രേ ഉള്ളൂ. ശരി ഉത്തരം. കൺഗ്രാറ്റുലേഷൻസ്. ഉത്തരം ഇതാണ്, പ്രശ്നക്കാർ. ഓക്കെ, അപ്പൊ നാലാമത്തതും കൂടി ക്വസ്റ്റ്യൻ ചോദിച്ചിട്ട് നമുക്ക് നിർത്താം. ക്വസ്റ്റ്യൻ ഇതാണ്. അന്ത്യകാലത്ത് നീ പാറയിലേക്ക് കടക്കുകയോ പൊടിയിൽ ഒളിച്ചു കൊള്ളുകയോ ചെയ്യുവാൻ യേശയ്യാവ് പറഞ്ഞത് എന്തുകൊണ്ടാണ്? ക്വസ്റ്റ്യൻ ക്ലിയർ ആയോ? യഹോവയുടെ ഭയങ്കരത്വ നിമിത്തം, അവന്റെ മഹിമയുടെ പ്രഭ നിമിത്തവും. ഇതിലിപ്പം എനിക്ക് തന്നെ സംശയമാണ്, ഇത്രയും നന്നായിട്ട് ബൈബിളൊക്കെ ഒരാൾക്ക് പഠിക്കാൻ പറ്റുമെന്നുള്ളത്. ശരി ഉത്തരമാണ്. കൺഗ്രാറ്റുലേഷൻസ്. യാ, ശരി ഉത്തരം ഇതാണ്. യഹോവയുടെ ഭയങ്കരത്വ നിമിത്തവും അവന്റെ മഹിമയുടെ പ്രഭാവം നിമിത്തവും. യെസ് യെസ്. അപ്പൊ 4 ക്വസ്റ്റ്യൻസും ശരി ആക്കിയപ്പോ, അല്ലെങ്കിൽ ശരി ഉത്തരം പറയാൻ പറ്റിയപ്പോ വളരെ സന്തോഷം തോന്നുന്നില്ലേ? പിന്നെ സന്തോഷം. ഉറപ്പായിട്ടും. അപ്പൊ ആന്റി, നമ്മുടെ വചന സമീക്ഷ എല്ലാ ദിവസവും കാണുക കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ വിളിക്കുക. ഉറപ്പായിട്ടും ഞങ്ങൾ കാത്തിരിക്കും, ഇത്രയും സ്മാർട്ട് ആയിട്ടുള്ള ഉദയ ആന്റിക്ക് വേണ്ടിയിട്ട്. സന്തോഷമായില്ലേ കോംപ്ലിമെന്റ് കിട്ടിയപ്പോ? യെസ് 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 യെസ്. അപ്പൊ പ്രാർത്ഥനയിൽ ഓർക്കുക, ഞങ്ങൾ ഓർക്കാം. ഓക്കെ ആന്റി, താങ്ക് യു. അപ്പോ കൊല്ലത്ത് നിന്നുള്ള ഉദയ ആന്റി ആയിരുന്നു നമ്മളോടൊപ്പം കോളിൽ ഉണ്ടായിരുന്നത്. ആന്റി വളരെ എന്താ പറയുക, സരസമായിട്ട് നമ്മളോട് സംസാരിച്ചു. വളരെ സ്മാർട്ടായിട്ട് നമ്മൾ വചനം പറയാൻ പറഞ്ഞപ്പോഴും ഭയങ്കര സ്മാർട്ടായിട്ട് വചനം പറഞ്ഞു. ശരി ഉത്തരങ്ങളെല്ലാം പറഞ്ഞു. അപ്പോൾ ആന്റിക്കും ആന്റിയുടെ കുടുംബത്തിനൊക്കെ വേണ്ടിയിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് നമ്മുടെ കഥയിലേക്ക് തന്നെ മടങ്ങി വരാം. ആ ബാലനെ പാഠം പഠിപ്പിക്കുവാനായിട്ട് അച്ഛൻ ഒരു തീരുമാനം എടുക്കുന്നു. അല്ലെങ്കിൽ ആ ബാലനെ വിളിച്ചിട്ട് അച്ഛൻ പറയുന്നുണ്ട്, നിനക്ക് ഓരോ തവണ ദേഷ്യം വരുമ്പോഴും നമ്മുടെ വീടിൻ്റെ മനോഹരമായിട്ട് പെയിൻ്റൊക്കെ അടിച്ച് വെച്ചിരിക്കുന്ന ഒരു മതിലുണ്ടല്ലോ, അതിൽ ഓരോ ആണി അടിക്കുക. ഓരോ തവണ ദേഷ്യം വരുമ്പോഴും ഓരോ ആണി അടിക്കുക. അങ്ങനെ എത്ര ആണി നീ ഒരു ദിവസം അടിക്കുന്നോ അത്രമാത്രം നിനക്ക് ദേഷ്യം വരുന്നു എന്നുള്ളതാണ് അർത്ഥം. അതേസമയം ആണി അടിക്കുമ്പോൾ നിന്റെ ദേഷ്യം മുഴുവനും നീ എന്ത് ചെയ്യുക? ആണിയിൽ അടിച്ചങ്ങ് തീർക്കുക. അത് മറ്റുള്ളവരുടെ നേർക്ക് പ്രയോഗിക്കാൻ പാടില്ല. ഇങ്ങനെ ഒരു ടാസ്ക് നീ ചെയ്ത് തീർക്കുകയാണെങ്കിൽ അവസാന ദിവസം നീ ചോദിക്കുന്നത് എന്തും ഞാൻ നിനക്ക് തരും എന്നുള്ളൊരു നിബന്ധന അച്ഛൻ ആ മകന് മുന്നിൽ വെക്കുകയാണ്. അങ്ങനെ ഒന്നാമത്തെ ദിവസം അവൻ ആണി അടിക്കാൻ തുടങ്ങി. രാവിലെ തന്നെ ഒന്നാമത്തെ ആണി അടിച്ചു. ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ രണ്ടാമത്തെ ആണി അടിച്ചു. 3, 4, 5 അങ്ങനെ ആ ദിവസം കടന്നുപോയി. അന്ന് രാത്രി അച്ഛൻ വന്ന് ആ മതിലിൽ നോക്കിയപ്പോൾ
ആ മതിലിൽ ഒരു ദിവസം കൊണ്ട് തൻ്റെ പുത്രൻ അടിച്ചുകൂട്ടിയ ആണികളുടെ എണ്ണം 37 എണ്ണമായിരുന്നു. അപ്പോൾ അച്ഛന് മനസ്സിലായി ഇവന്റെ ദേഷ്യം നിസ്സാരമല്ല. ഈ ദേഷ്യം ഒരുപക്ഷെ ഭാവിയിൽ അവനെ ഏറ്റവും കൂടുതൽ കുഴപ്പത്തിലാക്കാൻ, പ്രശ്നത്തിലാക്കാൻ പോകുന്ന അല്ലെങ്കിൽ അതിന് ഉതകുന്ന ദേഷ്യമാണ്. അതുകൊണ്ട് തന്നെ ഇത് എത്രയും പെട്ടെന്ന് നിയന്ത്രിച്ചേ മതിയാകും. അങ്ങനെ ഒന്നാമത്തെ ദിവസം കഴിഞ്ഞു, രണ്ടാമത്തെ ദിവസമായി. രണ്ടാമത്തെ ദിവസവും ഇതേ പല്ലവി ആവർത്തിച്ചു പോന്നു. അവൻ വീണ്ടും അവന്റെ ദേഷ്യത്തെ കുറയ്ക്കുവാനായി ആണി അടിച്ചുകൊണ്ടേയിരുന്നു. തുടർന്നുള്ള ദിവസങ്ങളിൽ എന്താണ് സംഭവിച്ചതെന്ന് നമുക്ക് നോക്കാം. പിന്നീടുള്ള ദിവസങ്ങളിൽ അവൻ ആണി അടിച്ച് അവന്റെ ദേഷ്യം കുറച്ചു കാണുമോ, അതോ വീണ്ടും പഴയ പല്ലവിയിലേക്ക്, അവന്റെ സ്ഥിരം പ്രവൃത്തിയിലേക്ക്, സ്ഥിരം ശൈലിയിലേക്ക് അവൻ തിരിച്ചു വന്നു കാണുമോ എന്നുള്ള ഉത്തരങ്ങൾ അറിയുന്നതിന് മുൻപായി നമുക്ക് രണ്ടാമത്തെ കോളറിലേക്ക് പോകാം. നമസ്കാരം, വചന സമീക്ഷയിലേക്ക് സ്വാഗതം. ആരാണ്? ഞാന് കോട്ടയത്ത് വിളിക്കുന്നേ. ഓക്കെ, കോട്ടയത്ത് നിന്ന് ഏലിയാമ്മ ആന്റിയാണ് അല്ലേ? അതെ അതെ. ആന്റി സുഖമായിട്ടിരിക്കുന്നോ? ക്ലാസ് ഉണ്ട്. ഓക്കെ, വീട്ടിലെല്ലാരും സുഖമായിട്ടിരിക്കുന്നോ? നല്ലോണം ചുമക്കുന്നുണ്ടല്ലോ, ശാരീരിക ബുദ്ധിമുട്ടുണ്ടല്ലേ? രാവിലെ ശ്വാസമുണ്ടായി. ഓക്കെ ആന്റി, സാരില്ല. ഈശോ സൗഖ്യം തരട്ടെ, നമ്മളും പ്രാർത്ഥിക്കാം. ഭക്ഷണമൊക്കെ കഴിച്ചോ? അതെല്ലാം പ്രാർത്ഥന കൊണ്ടാണ് ഇരിക്കുന്നത്. ഇല്ല, കഴിക്കാൻ ഇനി ഇത് വിളിച്ചിട്ടേ കഴിക്കുള്ളൂ ഞാൻ. ഓക്കെ, അതെ ഉറപ്പായിട്ടും നമുക്ക് വേണ്ടിയിട്ട് ആരൊക്കെയോ പ്രാർത്ഥിക്കുന്നുണ്ട്, നമ്മളൊക്കെ ഇങ്ങനെ നിൽക്കുന്നത്. അതെ. ഓക്കെ, അപ്പൊ ആന്റി നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് പോയാലോ? ഓക്കെ, അപ്പൊ ആന്റിക്ക് വേണ്ടിയിട്ടുള്ള ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ചോദ്യം ഇതാണ്: ആ നാളിൽ മനുഷ്യന് എന്തൊക്കെ സംഭവിക്കും? എന്തോ? ആ നാളിൽ മനുഷ്യന് എന്തൊക്കെ സംഭവിക്കും? പുരുഷന്മാരുടെ ഉന്നതഭാവം കുനിയും. ഉറപ്പല്ലേ? ഉറപ്പിച്ചു. അപ്പൊ ഉറപ്പിച്ചെങ്കിൽ അത് ശരി ഉത്തരമാണ്. കൺഗ്രാറ്റുലേഷൻസ്. അപ്പോ ഉത്തരം ഇതാണ്: അവന്റെ നിഗളിച്ച കണ്ണുകൾ താഴും, അവന്റെ ഉന്നത ഭാവം കുനിയും. സന്തോഷമായില്ലേ? നമുക്ക് ചുമയും അസ്വസ്ഥതകളൊക്കെ ഉണ്ടെങ്കിലും അതിൽ ഈശോയുടെ വലിയൊരു അനുഗ്രഹത്തിന്റെ ഒരു കൈ ആന്റിയുടെ മേൽ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കേട്ടോ. യെസ്. ഓക്കെ ആന്റി, അപ്പൊ നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഓക്കെ, ക്വസ്റ്റ്യൻ ഇതാ: ആ നാളിൽ ഉന്നതനായിരിക്കുന്നത് ആരായിരിക്കും? യഹോവ മാത്രം അന്നാളിൽ ഉന്നതനായിരിക്കും. യഹോവ മാത്രം. ഓക്കെ, ശരി ഉത്തരമാണ്. കൺഗ്രാറ്റുലേഷൻസ്. ഉത്തരം ഇതാണ്, യഹോവ മാത്രം. യെസ്. ഓക്കെ, അപ്പൊ നമുക്ക് മൂന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഓക്കെ, ക്വസ്റ്റ്യൻ ഇതാണ്: സൈന്യങ്ങളുടെ യഹോവയുടെ ദിവസത്തെ കുറിച്ച് യെശയ്യാവ് പ്രവചിച്ചപ്പോൾ മനുഷ്യരുടെ കാര്യം എന്താണ് പറഞ്ഞത്? മനുഷ്യരുടെ ഗർവം കുനിയതാണോ? അത് തന്നെ, പറയൂ. അപ്പോൾ മനുഷ്യരുടെ ഗർവം കുനിയും, പുരുഷന്മാരുടെ ഉന്നതഭാവം താഴും. ശരി ഉത്തരം. കൺഗ്രാറ്റുലേഷൻസ്. ഉത്തരം ഇതാണ്: മനുഷ്യന്റെ ഗർവം ശമിക്കും, ഉന്നത ഭാവം താഴും. ക്ലിയർ ആയില്ലേ? ഓക്കെ, അപ്പൊ നാലാമത്തെ ക്വസ്റ്റ്യൻ കൂടെ ചോദിച്ച് നമുക്ക് അവസാനിപ്പിക്കാം. ഓക്കെ, ചോദ്യം ഇതാണ്: ആ നാളിൽ മനുഷ്യൻ തങ്ങൾക്ക് ആരാധിക്കുവാൻ വാർത്തുണ്ടാക്കിയ വെള്ളി വിഗ്രഹങ്ങളെയും സ്വർണ്ണ വിഗ്രഹങ്ങളെയും എന്തു ചെയ്യും? പൊന്നുകൊണ്ട് ഉണ്ടാക്കിയ മുത്തിയാമൂർത്തികളെ മനുഷ്യൻ ആ നാല് വിളപ്പനയിലേക്കും കരിച്ചീർണം എറിഞ്ഞു കളയും. ശരി ഉത്തരമാണ്. കൺഗ്രാറ്റുലേഷൻസ്. ഓക്കെ, അപ്പോ അതിന്റെ ഉത്തരം ഇതാണ്: അവ എലികൾക്കും വാവലുകൾക്കും എറിഞ്ഞു കൊടുക്കും. ഓക്കെ, ഇപ്പൊ 4 ക്വസ്റ്റ്യൻസും ശരി ഉത്തരമാണ്. അപ്പൊ സന്തോഷായില്ലേ? സന്തോഷമായി. ഓക്കെ. അപ്പൊ ആന്റി വചന സമീക്ഷ എല്ലാ ദിവസവും കാണാറുണ്ടല്ലോ അല്ലേ? ഓക്കെ, അപ്പൊ ഇനിയും വിളിക്കാം കേട്ടോ, ഞങ്ങൾ കാത്തിരിക്കും. പാട്ടൊന്നും ഇല്ല. ആന്റി വാക്യം പറഞ്ഞോളൂ, അല്ലെങ്കിൽ പാട്ട് പാടിക്കോളൂ. സന്തോഷം. പാട്ട് പാടാൻ ബുദ്ധിമുട്ട്, എന്നാലും എന്റെ ഇഷ്ടം കൊണ്ട് ഞാൻ പാടുക. നമുക്കൊരു സന്തോഷമാണല്ലോ പാട്ട് പാടുന്ന. ആന്റി പാടിക്കോളൂ. പാടാവുന്ന പാട്ട് മാത്രം പാടുക. ഓക്കെ, പാടിക്കോളൂ. മഹിമ കണ്ട സാക്ഷികളെ
മണവാട്ടിയാം തിരുസഭയെ ഒരുങ്ങിടുക വേലം ധരിച്ചിടുക മണവാളനേശുവെ എതിരേൽക്കുവാൻ ഒരുങ്ങിടുക വേലം ധരിച്ചിടുക മണവാളനേശുവെ എതിരേൽക്കുവാൻ സകലവിധ പാഠങ്ങളും മുറുകെ പറ്റും പാവങ്ങളും പിടിഞ്ഞിടുക വേലം ധരിച്ചിടുക മണവാളനേശുവെ എതിരേൽക്കുവാൻ പിടിഞ്ഞിടുക വേലം ധരിച്ചിടുക മണവാളനേശുവെ എതിരേൽക്കുവാൻ തകർത്തയിടി മുഴക്കം പോലെ തിരുവെള്ളത്തിൻ ഇരച്ചിൽ പോലെ. ആന്റി വളരെ നന്നായിട്ട് പാടി. എനിക്ക് തൊണ്ട എടുക്കാൻ നേരാ, പിന്നെ ഇഷ്ടം കൊണ്ടാണ് പാടില്ല. സാരമില്ല, അത്രയും വേദനയും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടായിരുന്നിട്ടും ബുദ്ധിമുട്ടുണ്ടായിരുന്നിട്ടും നമ്മുടെ വചന സമീക്ഷയുടെ ഈ ഒരു പ്രേക്ഷകർക്ക് വേണ്ടി, നമ്മുടെ ഒരു കുടുംബത്തിന് വേണ്ടി പാടിയില്ല. അപ്പൊ അതെന്നെ വലിയ കാര്യമാണ്. ഓക്കെ ഓക്കെ ആന്റി, അപ്പൊ പ്രാർത്ഥനയിൽ ഓർക്കാം കേട്ടോ, ഞങ്ങളെ ഓർക്കുക. ഓക്കെ ആന്റി, താങ്ക് യു. സുഖമായിട്ടിരിക്കുന്നു ആന്റി. ഓക്കെ ആന്റി, ഓക്കെ. അപ്പോൾ കോട്ടയത്ത് നിന്നുള്ള ഏലിയാമ്മ ആന്റി ആയിരുന്നു നമ്മളോടൊപ്പം കോളിൽ ഉണ്ടായിരുന്നത്. ആന്റി ആ ശാരീരിക ബുദ്ധിമുട്ടുകളെയൊക്കെ മറികടന്ന്, അല്ലെങ്കിൽ അതിനെയൊക്കെ മറന്നുകൊണ്ട് തന്നെ നമുക്ക് വേണ്ടിയിട്ട് നല്ലൊരു ഗാനം ആലപിച്ചു. ഒപ്പം നമ്മുടെ ചോദ്യങ്ങൾക്കെല്ലാം ശരിയുത്തരം നൽകി. അപ്പോൾ ആന്റിയുടെ കുടുംബത്തിനിടയ്ക്ക് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ കഥയിലേക്ക് നമുക്ക് മടങ്ങി വരാം. അപ്പോൾ ആ കുഞ്ഞു ബാലൻ ഓരോ ദിവസവും അടിച്ചു കൂട്ടുന്ന ആണിയുടെ എണ്ണം കുറഞ്ഞു വരുന്ന ഒരു പ്രവണത ആ പിതാവ് ശ്രദ്ധിച്ചു. അങ്ങനെ ഒരു 8 ദിവസം കഴിഞ്ഞ് 9ാമത്തെ ദിവസത്തിലേക്ക് പ്രവേശിച്ചപ്പോഴേക്കും അവൻ അടിച്ചുകൂട്ടിയ ആണികളുടെ എണ്ണം 7ലേക്ക് കുറഞ്ഞു. ഇത് കണ്ട് ആ ബാലൻ തന്നെ നോക്കിയപ്പോൾ അവൻ ഒരു കാര്യം മനസ്സിലായി. ഓരോ ദിവസം കഴിയും തോറും ഞാൻ എൻ്റെ ദേഷ്യം നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നത് കൊണ്ട്, അല്ലെങ്കിൽ ഞാൻ ശ്രമിച്ചപ്പോൾ ആ അടിക്കുന്ന ആണികളുടെ എണ്ണം കുറഞ്ഞു വരുന്നു. അങ്ങനെയെങ്കിൽ ഇനിയും ഞാൻ പരിശ്രമിച്ചാൽ എൻ്റെ ഈ ദേഷ്യം കുറയ്ക്കുവാൻ എന്നെ കൊണ്ട് സാധിക്കും എന്നൊരു തിരിച്ചറിവിലേക്ക് ആ ബാലൻ വന്നു ചെന്നെത്തുകയാണ്. അങ്ങനെ അന്ന് രാത്രി സന്തോഷത്തോടെ അവൻ പിതാവിൻ്റെ അടുത്തേക്ക് ചെന്ന് പറയുന്നുണ്ട്, പിതാവേ, അല്ലെങ്കിൽ അച്ഛാ, ഞാൻ അങ്ങ് ഏൽപ്പിച്ച ആ ജോലി, അല്ലെങ്കിൽ ആ ടാസ്ക് കംപ്ലീറ്റ് ആയിട്ട്, അല്ലെങ്കിൽ പൂർത്തിയാക്കിയിരിക്കുകയാണ്. കാരണം ഇന്ന് എനിക്ക് അടിച്ചുകൂട്ടാൻ ഒരൊറ്റ ആണി പോലും ഇല്ല. കാരണം എൻ്റെ ജീവിതത്തിൽ നിന്നും ദേഷ്യം എന്ന എൻ്റെ ഒരു എടുത്തുചാട്ടം ഇവിടെ ഞാൻ മറന്നിരിക്കുന്നു, അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള ചിന്ത എന്നിൽ നിന്നും അകന്നു പോയിരിക്കുന്നു. ഇത് കേട്ട് പിതാവ് വളരെയധികം സന്തോഷത്തോടെ അവനെ കെട്ടിപ്പിടിച്ച് അവനെ ചേർത്ത് നിർത്തുകയാണ് ചെയ്തത്. എന്നിട്ട് പറഞ്ഞു, ഇതുപോലെ നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും പല സാഹചര്യങ്ങളിലും ദേഷ്യപ്പെടാനുള്ള, അല്ലെങ്കിൽ അമിതമായിട്ട് വികാരത്തോടു കൂടി പ്രവർത്തിക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകും. എന്നാൽ അവിടെയൊക്കെയും അക്ഷമയോടുകൂടി, കുറച്ചധികം ക്ഷമയോടുകൂടി, കാത്തിരിക്കുവാനുള്ള മനോഭാവത്തോടുകൂടി 2 പ്രാവശ്യം ഒരു കാര്യത്തെപ്പറ്റി ചിന്തിക്കുന്നതിലൂടെ നിനക്ക് പലതും ഇതുപോലെ തരണം ചെയ്യുവാൻ സാധിക്കും. അങ്ങനെയെങ്കിൽ നിന്റെ ജീവിതത്തിൽ ക്ഷമയിലൂടെ വലിയ വിജയങ്ങളിലേക്ക് എത്തുവാൻ നിനക്ക് സാധിക്കും എന്നുള്ളത്. എന്നിട്ട് ആ അച്ഛൻ ആ കുഞ്ഞിനെയും കൊണ്ട് മതിലിൻ്റെ അടുത്തേക്ക് അന്ന് രാത്രി ആ നിമിഷം തന്നെ പോവുകയാണ്. എന്നിട്ട് ആ മതിലിലേക്ക് നോക്കാൻ അവനോട് പറയുന്നു. എന്നാൽ മതിലിലേക്ക് നോക്കിയ അവനാകട്ടെ ഇത് കണ്ട് ചെറിയ വിഷമത്തോടെ അച്ഛൻ്റെ മുഖത്തേക്ക് കണ്ണ് നിറച്ച് നോക്കുകയാണ്. എന്തായിരിക്കും മതിലിൽ അവൻ കണ്ട കാഴ്ചയെന്ന് തിരിച്ചറിയുന്നതിന്, അല്ലെങ്കിൽ അറിയുന്നതിന് മുൻപായി നമുക്ക് നമ്മുടെ ഇന്നത്തെ അവസാനത്തെ കോളറിലേക്ക് പോകാം. നമസ്കാരം, വചന സമീക്ഷയിലേക്ക് സ്വാഗതം. ആരാണ്? ശൈലജ ആന്റി, എവിടെ നിന്ന് വിളിക്കുന്നു? തിരുവനന്തപുരത്ത് നിന്ന് വിളിക്കുന്നു. സുഖമായിട്ടിരിക്കുന്നോ? മഴയൊക്കെ തുടങ്ങിയപ്പോ എങ്ങനെയുണ്ട്? തണുപ്പാണോ, വീണ്ടും ചൂട് കൂടുവാണോ? എന്താ അവിടുത്തെ അനുഭവം? കൊള്ളാം, ഇഷ്ടപ്പെട്ടു. എന്തോ മഴ ഇഷ്ടപ്പെടുന്ന ആളാണ് ഞാൻ. ഓക്കെ. അപ്പൊ പ്രകൃതിയൊക്കെ കുറച്ച് സ്നേഹിക്കുന്ന ആളായിരിക്കും അല്ലേ? അതെ. ഓക്കെ ആന്റി, സുഖമായിട്ടിരിക്കുമല്ലേ എല്ലാരും വീട്ടില്? അതെ. ഓക്കെ. അപ്പൊ ആന്റി, നമുക്ക് നമ്മുടെ ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് പോയാലോ? പോകാം. ഓക്കെ. അപ്പൊ ആന്റിക്ക് വേണ്ടിയിട്ടുള്ള ഒന്നാമത്തെ ചോദ്യം ഇതാണ്: യഹോവ സിയോൻ പുത്രിമാരുടെ നെറുകൈക്ക് ചൊറി പിടിപ്പിച്ച് അവരെ തകർക്കും, എന്തുകൊണ്ട്? ക്വസ്റ്റ്യൻ ക്ലിയർ ആയോ ആന്റി? ഓക്കെ, പറഞ്ഞോളൂ, ഉത്തരം പറഞ്ഞോളൂ. സിയോൻ പുത്രന്മാർ നിഗളിച്ച് കരുത്തു നീട്ടുകയും എറി കണ്ണിട്ടും കൊണ്ട് സഞ്ചരിക്കുകയും
തപ്പിത്തൊട്ടി നടക്കുകയും കാൽ കൊണ്ട് ചിലമ്പൊലി കേൾപ്പിക്കുകയും ചെയ്യുന്നു. ഉം. ഇത് നിമിത്ത യഹോവ സീയോൻ പുത്രന്മാരെ നിർവഹിച്ച് തോറിപ്പിടുത്തു. അപ്പൊ ആന്റി ശരി ഉത്തരമാണ്, കൺഗ്രാറ്റുലേഷൻസ്. അതെ. ഓ, അതിന്റെ ഉത്തരം ഇങ്ങനെയാണ്. നമ്മുടെ ബൈബിള് മാറുന്ന അനുസരിച്ച് കുറച്ച് കോണ്ടക്സ്റ്റ് ഒന്ന് മാറാനുണ്ട് വാക്കുകൾ. അപ്പോൾ അതിന്റെ ഉത്തരം ഇത് തന്നെയാണ്, അവർ അഹങ്കാരികൾ ആയതുകൊണ്ട്. ഓക്കെ, ക്ലിയർ ആയില്ലേ ഇപ്പോ? അതെ, ശരിയല്ലേ? ഓക്കെ ആന്റി, ഓക്കെ. അപ്പൊ നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോയാലോ? പോകാം. ഓക്കെ, അപ്പൊ ആന്റിക്ക് വേണ്ടിയിട്ടുള്ള രണ്ടാമത്തെ ചോദ്യം ഇതാണ്: അവരുടെ പിതാക്കന്മാർക്ക് എന്താണ് സംഭവിക്കുന്നത്? നിന്റെ പുരുഷന്മാർ വാളിനാലും നിന്റെ വീരന്മാർ യുദ്ധത്തിലും വീഴും. അത്രേ ഉള്ളൂ, അതിൽ സംശയം എന്താ? ശരി ഉത്തരം, കൺഗ്രാറ്റുലേഷൻസ്. ഉത്തരം ഇതാണ്: അവർ വാളിനിരയാവുകയും വീരന്മാർ യുദ്ധത്തിൽ വീഴുകയും ചെയ്യും. ഇനി അതിൽ എന്തെങ്കിലും സംശയം ഉണ്ടാകോ? ഇല്ല. ഇല്ല. ഇനി ഒരിക്കലും ഇത് മറക്കരുതേ. ഓക്കെ, അപ്പൊ നമുക്ക് മൂന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഓക്കെ, ചോദ്യം ഇതാണ്: ഞങ്ങൾ സ്വന്തം അപ്പം ഭക്ഷിക്കുകയും സ്വന്തം വസ്ത്രം ധരിക്കുകയും ചെയ്തു കൊള്ളാം എന്ന് ആരോടാണ് പറഞ്ഞത്? സ്ത്രീകൾ ഒരു പുരുഷനാണ്. അതിൽ സംശയമൊന്നുമില്ല, ശരി ഉത്തരം, കൺഗ്രാറ്റുലേഷൻസ്. ഉത്തരം ഇതാണ്: 7 സ്ത്രീകൾ ഒരു പുരുഷനോട്. അപ്പൊ നമുക്ക് നാലാമത്തെ ക്വസ്റ്റ്യനും കൂടി ചോദിച്ചിട്ട് നിർത്താം. ഓക്കെ ആന്റി, അപ്പൊ ചോദ്യം ഇതാണ്: ആ നാളിൽ ഇസ്രായേലിൽ അവശേഷിക്കുന്നവർക്ക് ഭൂമിയുടെ ഫലം എന്തായിരിക്കും? ക്വസ്റ്റ്യൻ കേട്ടല്ലോ? മഹിമയും അഴകും ഉള്ളതായിരിക്കും. അത് ശരിയാണ്, ശരി ഉത്തരം, കൺഗ്രാറ്റുലേഷൻസ്. ഉത്തരം ഇതാണ്: ശ്രേഷ്ഠവും സുന്ദരവുമായിരിക്കും. ഇപ്പൊ സന്തോഷമായില്ലേ? 4 ക്വസ്റ്റ്യൻസും ശരി ഉത്തരം പറയാൻ പറ്റിയില്ലേ? അതെ. അപ്പൊ ഇനിയും വിളിക്കണം കേട്ടോ. ഇനി ചോദിക്കുന്ന എല്ലാ ചോദ്യങ്ങൾക്കും, വചന സമീക്ഷ ചോദിക്കുന്ന ആന്റിയോട് ചോദിക്കുന്ന എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം പറയാൻ പറ്റണം. അപ്പൊ നമ്മളെ എന്താ പറയാ, എല്ലാ ദിവസവും വചന സമീക്ഷ കണ്ട് ഇടയ്ക്കൊക്കെ നമ്മളെ വിളിക്കുക. ഓക്കെ ആന്റി, ഓക്കെ. അപ്പം പ്രാർത്ഥിക്കാം, ഞങ്ങളും പ്രാർത്ഥിക്കാം. താങ്ക് യു. അപ്പോൾ തിരുവനന്തപുരത്ത് നിന്നുള്ള ശൈലജ ആന്റി ആയിരുന്നു നമ്മളോടൊപ്പം കോളിൽ ഉണ്ടായിരുന്നത്. ആന്റിയും കുടുംബത്തെയൊക്കെ നമുക്ക് പ്രാർത്ഥനയിൽ ഓർക്കാം. നമ്മുടെ കഥ അതിൻ്റെ പര്യവസാനത്തിലേക്ക് എത്തിയിരിക്കുകയാണ്, അല്ലെങ്കിൽ അതിന് തിരശ്ശീല വീഴാൻ പോവുകയാണ്. പക്ഷേ എന്നിരുന്നാലും ആ സന്ദേശം എന്താണെന്ന് കൂടി നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ കൂടി നമുക്ക് ആ കഥയുടെ അവസാന ഭാഗം കൂടി കേൾക്കാം. അതേസമയം പിതാവ് ആ മകനെയും കൂട്ടി മതിലിന്റെ മുൻപിലേക്ക് എത്തിയിട്ട് അവനോട് പറയുന്നുണ്ട്: നീ അടിച്ചുകൂട്ടിയ ആണികളുടെ എണ്ണം നോക്കുക എന്നുള്ളത്. അങ്ങനെ അവൻ ആണികളുടെ എണ്ണം നോക്കിയപ്പോൾ ഒരു മതിൽ നിറഞ്ഞിരിക്കുന്നതായിട്ട് അവൻ കണ്ടു. ആ പിതാവ് പറയാണ്: ഇന്നു മുതൽ നീ ഓരോ ദിവസവും നിനക്ക് സന്തോഷം വരുമ്പോൾ ഓരോ ആണിയായിട്ട് ഇതിൽ നിന്നും വലിച്ചൂരുക എന്നുള്ളത്. ആ മകൻ പിതാവിനെ അത്ഭുതപ്പെട്ട് നോക്കുകയാണ്. ഈ അച്ഛൻ എന്താ പറയുന്നത്, അല്ലെങ്കിൽ ഇതെന്താ എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത്? ഈ അടിച്ചു കയറ്റിയ ആണി തിരിച്ചുരുക എന്നുള്ളത് വളരെ പ്രയാസമേറിയ കാര്യമല്ലേ? എന്നാൽ പിറ്റേ ദിവസം മുതൽ അച്ഛൻ പറഞ്ഞതനുസരിച്ച് എന്താണ് അതിന്റെ അവസാനം എന്ന് അറിയാൻ വേണ്ടി അവൻ ആ ആണി ഓരോന്നായിട്ട് വലിച്ചൂരാൻ തുടങ്ങി. അത്ഭുതമെന്ന് പറയട്ടെ, അവൻ എത്രത്തോളം ആണികൾ അടിച്ചുകൂട്ടുവാൻ എത്ര ദിവസം എടുത്തോ അതിൽ പകുതി ദിവസത്തിനുള്ളിൽ തന്നെ അത്രയും ആണികൾ വലിച്ചൂരാൻ അവനെ കൊണ്ട് സാധിച്ചു. അതായത് അവന്റെ ദേഷ്യം നിറഞ്ഞ നിമിഷങ്ങളെക്കാൾ അധികമായി അവന്റെ ജീവിതത്തിലേക്ക് സന്തോഷത്തിന്റെ നിമിഷങ്ങൾ വന്നെത്തി എന്നൊരു തിരിച്ചറിവ് കൂടിയായിരുന്നു അവനെ സംബന്ധിച്ചിടത്തോളം അത്. എന്നിരുന്നാലും ആ പിതാവ് അവസാന നാഴികയിൽ അവനെ വിളിച്ച് മതിലിനെ ചൂണ്ടിക്കാട്ടി പറയുന്നുണ്ട്: നീ ഓരോ തവണ ആണി വലിച്ചൂരുമ്പോഴും അവിടെ ആ മതിലിന് ഓരോ മുറിവുകൾ ഉണ്ടായിട്ടുണ്ട്. അതിന്റെ പഴയ ഭംഗിയിലേക്കോ അതിന്റെ പഴയ സൗന്ദര്യത്തിലേക്കോ മറ്റുള്ളവരെ ആകർഷിക്കുന്ന ആ ഒരു തലത്തിലേക്കോ ഇനി ഒരിക്കലും ആ മതിലിന് തിരിച്ചു വരാൻ സാധിക്കുകയില്ല. അത്രമാത്രം നീ അതിനെ അടിച്ച് വേദനിപ്പിക്കുകയും അതോടൊപ്പം തന്നെ അതിൽ നിന്നും അതിനെ ആണി പറിച്ചൂരുകയും ചെയ്തു. ഇതുപോലെയാണ് പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ദേഷ്യത്തിന്റെ അതിപ്രസരത്താൽ മറ്റുള്ളവരുടെ ജീവിതത്തിൽ നാം ഏൽപ്പിക്കുന്ന മുറിവുകൾ. അത് ഒരിക്കലും ഉണങ്ങുകയോ ആ മുറിവിന് മരുന്ന് വെക്കുവാൻ നമ്മെക്കൊണ്ട് സാധിക്കുകയില്ല. പലപ്പോഴും ജീവിത അവസാനം വരെയും നമ്മുടെ മരണം വരെയും അതൊരു വേദനയായി മറ്റുള്ളവരുടെ ജീവിതത്തിൽ ഉണ്ടാകും എന്നുള്ളതിൽ സംശയമില്ല.
അങ്ങനെയെങ്കിൽ നാം മറ്റുള്ളവരിൽ ഉണ്ടാക്കുന്ന ആണികളാകുന്ന ആ വലിയ മുറിവുകൾ, ആണിപ്പഴുതുകളാകുന്ന സഹനങ്ങൾ ഒക്കെയും ഇനി മേൽ നമ്മുടെ ജീവിതത്തിൽ നിന്നും മറ്റൊരാൾക്ക് നേരിടാൻ നാം അനുവദിക്കുകയില്ല എന്ന ദൃഢപ്രതിജ്ഞയോടുകൂടി മറ്റുള്ള എല്ലാവരെയും സ്നേഹിച്ചുകൊണ്ട് അവരുടെ ജീവിതത്തിലേക്ക് സന്തോഷത്തിന്റെ പുതുവെട്ടം പകർന്നുകൊണ്ട് ആണിയടിച്ച് ഏൽപ്പിക്കപ്പെട്ട അല്ലെങ്കിൽ മുറിവ് ഏൽപ്പിക്കപ്പെട്ടവർക്ക് സൗഹൃദവും അതോടൊപ്പം സാഹോദര്യം പങ്കുവച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് നീങ്ങാം. അതിനുള്ളതാകട്ടെ നമ്മുടെ ഇനിയുള്ള ജീവിതം. വചന സമീക്ഷയുടെ ഇന്നത്തെ ഈ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.